ചങ്ങായിമാരെ നമ്മളെ ചാണക സംഖ്യയിലുണ്ടല്ല അയോധ്യയിലെ ശ്രീരാമന്റെ മാലിമളയൊക്കെ അടിച്ചുമാറ്റത്തിന് പിന്നാലെ തന്നെ യുപിയിലെ തന്നെ പ്രശസ്തമായ മധുരക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെ മാലിമളി ഉണ്ടല്ല അതും കൂടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോഴല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ഹിന്ദു ദൈവങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന കേരളത്തിലെ കുറെ ചാണക സംഖ്യയിലുണ്ടല്ല ആ ചാണക സംഖ്യകളൊന്നും ഇതിനെതിരെ ഒരു അക്ഷരം മുന്നിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കരുതി ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടാവും, ഞാൻ കാണാത്തതായിരിക്കുന്നു. അത് കരുതി ഞാൻ നമ്മുടെ കേരളത്തിലെ എല്ലാമായ സംഖ്യയുടെ എല്ലാമായ വിശകലയുടെ പോസ്റ്റ് കയറ്റി ഒന്ന് ചെക്ക് ചെയ്ത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴല്ല നമ്മളെ വിശകല മേഡം ഉണ്ടല്ല ഇതൊന്നും അറിഞ്ഞില്ല. വിശകല മേഡം ഇപ്പോഴും എവിടെയാ ഉള്ളതെന്നറിയാം. നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിലെ മൂപ്പർ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും AP അബൂബക്കർ മുസ്ലിയാറിലെ ഇവരൊക്കെ കണ്ടതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാണ് നമ്മുടെ വിശകല മാഡം. അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ വിശകല മാഡിട്ട ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സർക്കാർ പരിപാടിയുമായി ആഭ്യന്തരമന്ത്രി സ്വയം ഇവിടങ്ങളിൽ ചെന്ന് കയറാൻ കാരണമെന്ത്? ഓപ്പറേഷൻ തൂഫാൻ മയക്കുമരുന്ന് വേട്ടയോ ഈമാൻ പരിശോധനയോ? എന്റെ വിശകലമാടം ഇവരൊക്കെ ഉണ്ടല്ല ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മ ചെയ്യുന്നവരാണ്. അതുമാത്രമല്ല ജീവിതത്തിൽ ഇതുവരെ ഇവരെ വായനക്കൊണ്ടല്ല ഒരു വർഗീയത പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഉണ്ടല്ല അവിടെ പോയതിൽ ഒരു തെറ്റുമില്ല എന്റെ വിശകലമാടം. പിന്നെ നിങ്ങളെ പോലത്തെ പച്ച വർഗീയത പോലത്തെ ടീമിന്റെ അടിക്കണ്ടല്ല തൂഫാനുമായിട്ട് നമ്മുടെ ചെന്നിത്തല സാറ് പറഞ്ഞിട്ടുണ്ടല്ല. തൂഫാൻ മാത്രമല്ല സുനാമി പോലും നിങ്ങളെ വർഗീയത കേട്ടിട്ടുണ്ടല്ല അടിച്ചു പോകും. അതുകൊണ്ട് വിശകലമായിട്ടുണ്ടല്ല സമയമുണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ ഒഴിവാക്കിയിട്ട് അയോധ്യയിലും മധുരയിലും ചാണക സംഖ്യയിലുള്ള സ്വർണം കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മൊഴിയണം കേട്ടാ. പക്ഷെ എന്താ ചെയ്യാ ആ സംഭവം ആ വാർത്ത കേൾക്കുമ്പോ നമ്മളെ വിശകലമാടത്തിനുണ്ടല്ല ബോധം കെടലുണ്ടാവും. പിന്നെ അങ്ങനെ ഞാനുണ്ടല്ല വിശകലമാടത്തിനെടുക്കുന്നത് അടുത്ത സ്ഥലത്തേക്ക് പോയി. അതേതെന്നറിയാം നമ്മളെ കൃഷ്ണരാജ് വക്കീലില്ലേ കേസില്ലാ വക്കീലിന്റെ പോസ്റ്റ് പോയി നോക്കുമ്പോ അവിടെ എന്താ സംഭവം എന്നറിയാം. നമ്മളെ കേസില്ലാ വക്കീലിന്റെ കണ്ണിനും കാതിനും വായിക്കൊക്കെ ഉണ്ടല്ല വായക്ക് പുഴുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് നമ്മളെ കൃഷ്ണരാജ് വക്കീലുണ്ടല്ല ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായ പ്രതീഷ് വിശ്വനാഥില്ലേ മൂപ്പടക്കം ഞാൻ പോയി നോക്കും മൂപ്പറുണ്ടല്ല കോമേലി ഒരാഴ്ച കഴിഞ്ഞല്ലാണ്ട് ഇനി ബോധം വരില്ലെന്ന് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഇവന്മാർന്ന് ഈ ജന്മത്തിനുണ്ടല്ല അയോധ്യയിലും മധുരയിലും ചാണക സംഖ്യയുടെ സ്വർണം കണ്ടില്ലേ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്ന് നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. പിന്നെ ഞാൻ ഇവിടുന്ന് നേരെ എവിടെയാ പോയെന്നറിയാം. നമ്മളെ ഹിന്ദുക്കളെ തകർക്കാനും നാറ്റിക്കാനും വേണ്ടി നടക്കുന്ന ഒരു ചാനലില്ലേ ഒരു വിസർജന ചാനല് ആ ചാനലിലേക്കാണ് ഞാൻ നേരെ പോയത്. ഞാൻ വിചാരിച്ചു നമ്മൾ വിസർജനം നമ്പ്യാറെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഇല്ലെങ്കിൽ അരയക്ഷരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ചാനലിൽ പോയി നോക്കിയപ്പം ആ വിസർജനത്തിൽ പോയി നോക്കുമ്പം ഞാൻ കണ്ട കാഴ്ച മോനെ ഞാൻ ചിരിച്ചു പണ്ടടങ്ങി. അവിടെ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മാലിയും വളിയും സംഖ്യയുടെ അടിച്ചുമാറ്റിനെ കുറിച്ച് ഒരക്ഷരം വിട്ടുന്നില്ല. അവിടുത്തെ സംഭവം എന്നറിയാം അവിടുത്തെ ചർച്ച എന്നറിയാം ലോക ഫുട്ബോൾ ഉണ്ടല്ല മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് അവിടുത്തെ ചർച്ച. എന്തായാലും മണ്ടന്മാർ വിസർജനത്തിൽ എന്ന ആ പരിപാടിയിൽ ആ മണ്ടന്മാർ പറയുന്ന കുറച്ച് മണ്ടത്തരങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. അതായത് ഇത് കേരളത്തിൽ മാത്രമല്ല, ഈ കേരളത്തിൽ മാത്രം വിഷയമല്ല. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന അതൊരു വികാരമാണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഫുട്ബോൾ ഒരു വികാരമാണ്, ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാരാണ്, അംബാസഡർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൃത്യമായി തന്നെ ഇവരുടെ പണി നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാരാണ് ഈ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഞാൻ തമാശയില്ല പറഞ്ഞത്, ഈ ഫുട്ബോൾ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്, ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായ രാജ്യങ്ങൾക്ക് അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം 15 വർഷത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിക വൽക്കരണം ശക്തമായില്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ഈ മണ്ടന്മാരുണ്ടല്ല സീരിയസ് ആയിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ ഈ മണ്ടന്മാർ ജന്മനം മണ്ടന്മാരായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണോ? സത്യം പറഞ്ഞ ഈ മണ്ടന്മാരുണ്ടല്ല പറഞ്ഞു വരുന്നത് ഇസ്ലാം ഉണ്ടല്ലോ ലോകത്ത് മൊത്തം ഇസ്ലാം വളരുന്നുണ്ടെന്നല്ലേ ഈ മണ്ടന്മാർ പറഞ്ഞു വരുന്നത്. അതായത് ഈ മണ്ടന്മാർ അറിയാതെ തന്നെ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യല്ലേ ഈ പരിപാടി ചെയ്യുന്നത്. ഇനി അതല്ല ഈ മണ്ടന്മാർ ശരിക്കും ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ലയണൽ മെസ്സിയുടെ ശരിക്കുള്ള പേര് മുഹമ്മദ് മെസ്സി എന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ മൂപ്പറുടെ പേര് അബ്ദുൾ റഹ്മാൻ ക്രിസ്ത്യാനോ, അതുകൊണ്ട അബ്ദുൾ റഹ്മാൻ മുസ്ലിം റൊണാൾഡോ എന്നാണെന്നാണോ ഈ ചാണക സംഖ്യകൾ പറഞ്ഞു വരുന്നത്? ശരിക്കും പറഞ്ഞ ഈ മണ്ടന്മാരുടെ അവസ്ഥയെക്കാളും എനിക്ക് ചിരി വരുന്നത് ആരുടെ അവസ്ഥ കാണുമ്പോന്നറിയാം. ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന കുറെ ചാണക സംഖ്യലുണ്ട്. ഇവന്മാർ ഈ പറഞ്ഞ മണ്ടത്തരമുണ്ടല്ല അതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ട് കമന്റ് ചെയ്യുന്ന കുറെ ചാണക സംഖ്യലുണ്ട്. അവരുടെ അവസ്ഥ ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. ഈ മണ്ടന്മാർ പറഞ്ഞു വരുന്നതെന്നറിയാം ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും പിന്നെ സ്പാനിഷ് ലീഗ് ഉണ്ടല്ല ആ ലീഗിലൊക്കെ ഉള്ളവരുണ്ടല്ല മണ്ടന്മാരാണെന്നും ഈ മരം മണ്ടന്മാരുണ്ടല്ല ഈ പച്ചക്കള്ളം പറയുന്ന ഈ മണ്ടത്തരം പറഞ്ഞ ഈ മരം മണ്ടന്മാരാണ് ഏറ്റവും ബുദ്ധിശാലികളാണെന്നാണ് ഈ മരം മണ്ടന്മാർ പറഞ്ഞു വരുന്നത്.
150 കോടി പോപ്പുലേഷൻ ഉണ്ടായിട്ടും അതിന്റെ അന്ന് 11 ഒരു നല്ല കളിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് ഇതുവരെ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ഈ മരമണ്ടന്മാർക്കുണ്ടല്ല ഒരക്ഷരം ഉണ്ടായില്ല. പക്ഷെ ഇവന്മാർക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ലെന്നറിയാം. വിസർജ്യമില്ല, ആ വിസർജ്യത്തിൽ വരെ പച്ച വർഗീയത കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഈ മരമണ്ടന്മാർക്കുണ്ടല്ല ഒരുപാട് സമയമുണ്ട്. ഇനി ഇതേ ചർച്ചത്തിനുണ്ടല്ലോ ഈ മരമണ്ടന്മാർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കേട്ടപ്പോഴാണ് ഈ മണ്ടന്മാരുണ്ടല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കാൽക്കിയിലെ എത്രമാത്രം അടിമകളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ മരമണ്ടന്മാർ പറഞ്ഞ ആ ഒരു ചെറിയ കാര്യമില്ലേ, ആ കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. നീലിമ, നമ്മൾ ഈ ഫുട്ബോളിലെ ഒരു മതത്തിന്റെ അതിപ്രസരം പറഞ്ഞു. അയത്തുള്ള അലി ഖമനേയുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് അത് ഫുട്ബോളുമായി ചേർത്ത് ഇറാന് വേണ്ടി ആശംസ അറിയിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിലൊട്ടും അത്ഭുതപ്പെടുന്നില്ല. കാരണം ലോകത്തിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളും കൊടും കുറ്റവാളി എന്ന മുദ്ര കുത്തിയ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഹമാസിന്റെ രണ്ടാമനായിട്ടുള്ള ഖാലിദ് മിഷേലാണ് നമ്മുടെ മലപ്പുറത്ത് വെർച്വൽ ഇന്റർവ്യൂവിൽ വന്ന് അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ചെറുപ്പക്കാരെ അഭിസംബോധന സംസാരിച്ചത്. അത് ഖത്തറിൽ ഇരുന്നുകൊണ്ട് അന്ന് ഇയാള് ലോകത്തെ അമേരിക്ക അടക്കം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദിയാണ്. ആ തീവ്രവാദിക്ക് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു മലയാളി. അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്തു കൊടുത്തു കേരളത്തിലെ സർക്കാർ സംവിധാനം. അപ്പോൾ ഞാൻ ഈ ഖമനേയുടെ ചിത്രം വെച്ചാൽ അത്ഭുതപ്പെടുന്നില്ല. ഞാൻ എന്റെ മരമണ്ടൻ ചാണക സംഖ്യകളെ അമേരിക്കയും ഇസ്രായേലും ആരെങ്കിലും തീവ്രവാദികളാക്കിയോണ്ട് അവരൊക്കെ നമ്മൾ ഇന്ത്യൻ തീവ്രവാദികളാക്കണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അവന്മാർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇടല അവന്മാർ തീവ്രവാദികളാക്കും. പക്ഷെ അതൊക്കെ ഇടല, അതൊക്കെ നമ്മൾ ഇന്ത്യ അനുസരിക്കണമെന്ന് ഒരു നിയമവും ഇല്ല മണ്ടന്മാരെ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ നല്ല സുഹൃത്താണ് പാകിസ്ഥാൻ. അപ്പൊ നിങ്ങൾ പറയല്ലോ അമേരിക്കയുടെ സുഹൃത്തായ പാകിസ്ഥാനാ നമ്മൾ ഇന്ത്യയും സുഹൃത്താക്കണമെന്ന് നിങ്ങൾ പറയല്ലോ. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറെ ചാണക സംഖ്യകൾ അതുകൊണ്ടാണല്ലോ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുക്കുന്നത്. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളെ ചാണക സംഖ്യയുടെ ഒക്കെ ചിന്താഗതി. അതായത് അമേരിക്കൻ ഇസ്രായേലിന്റെ മുന്നിലിട്ടല്ല മുട്ടിൽ ഇങ്ങനെ ചാണക സംഖ്യകൾ ഇഴഞ്ഞു നടക്കുന്നു. ഇവനൊക്കെയുള്ള ഇന്ത്യ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയുടെ ഫ്ലക്സ് ഇല്ലേ, ആ ഫ്ലക്സ് വെക്കുമ്പോഴാണ് കുഴപ്പം. പക്ഷെ ഇന്ത്യ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ട്രംപിന് വേണ്ടി പൂജ നടത്തിയാലൊന്നും ഈ ചാണക സംഖ്യ കിട്ടില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ ചാണക സംഖ്യയുടെ അവസ്ഥ. വിസർജ്യത്തിൽ ഇങ്ങനെ മുങ്ങി കുളിക്കുന്നു ഈ ചാണക സംഖ്യകൾ. ഹിന്ദുവിന്റെ പേരും പറഞ്ഞിട്ട് ഹിന്ദുവിനെ പഠിച്ചിട്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ മൊത്തം അടിച്ചു മാറ്റുന്ന ചാണക സംഖ്യയുണ്ടല്ല, ആ ചാണക സംഖ്യകളെ കുറിച്ച് ഇവന്മാർ ഒരു അക്ഷരം മുണ്ടിട്ടില്ല. എന്നിട്ട് എപ്പോഴും ഹിന്ദുവിനെ ക്ഷേത്രം രക്ഷിക്കും പറഞ്ഞിട്ട് 24 മണിക്കൂറും മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയത പറലാണ് ഇവന്മാരുടെ പണി. എന്നിട്ടാണെങ്കിൽ ഹിന്ദുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരു രൂപയുടെ സഹായം പോലും ഉണ്ടല്ല ഈ പരനാറുകൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതൊന്നും മനസ്സിലാകാതെ ഇവന്മാർ ഇപ്പോഴും ആരാധിക്കുന്ന ചാണക സംഖ്യയിലിട്ടില്ല. ആ ചാണക സംഖ്യയിലോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പൊട്ടന്മാരായിക്കോ. പക്ഷേ ഇട്ടില്ല മരപ്പൊട്ടന്മാർ ആവാതിരിക്കുക കേട്ടോ ചാണക സംഖ്യകളെ. അപ്പോഴെന്തായാലും അയോധ്യയിലും മധുരയിലും സ്വർണം മൊത്തം ചാണക സംഖ്യകൾ അടിച്ചുമാറ്റി എന്നുള്ള വാർത്ത വന്നതിൽ ചത്ത പോലെ കിടക്കുന്ന എല്ലാ ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.